അതായത് നമ്മുടെ NRK രാമകൃഷ്ണൻ, നമ്മുടെ ശക്തൻ തമ്പുരാൻ, ശക്തൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ പരിസരവുമായി ബന്ധപ്പെട്ട് ശക്തൻ നഗർ 336 ഏക്കർ സ്ഥലം, അത് നമുക്ക് യാതൊരു തരത്തിലുള്ള കൈവയ്പ് നടത്താൻ പറ്റാതെ 1982 മുതൽ നമുക്ക് അവരുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ച് നമുക്കെതിരെ കേസ് കൊടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു കേസ് അവിടെ കൊളുത്തിയിട്ട് അതിൻ്റെ എല്ലാ നിയമ തടസ്സങ്ങളും മാറ്റുകയും അദ്ദേഹവും നമ്മളും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് പുതിയത് വെക്കുകയും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായ കാശ് നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ച ദിവസമാണിന്ന്. 6 മാസത്തിനുള്ളിൽ നമ്മുടെ പുതുവത്സരം വരുന്ന 6 മാസത്തിനുള്ളിൽ നമ്മൾ ആ ശക്തൻ നഗറിനകത്ത് പുതിയ കൺസ്ട്രക്ഷനുള്ള കാൽവെപ്പ് തുടങ്ങുകയാണ്. കാരണം എന്താ, നമ്മൾ ആഗ്രഹിക്കുന്ന മാസ്റ്റർ പ്ലാൻ തുടക്കം കുറിക്കാൻ പോവുകയാണ് ശക്തനിൽ. കാരണം അവിടെ വലിയൊരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ഏതെങ്കിലും ഒരു സെക്ഷൻ ഒരു കമ്പോണൻറ്റ് നമ്മൾ ഏതെങ്കിലും നോക്കി അതിനകത്ത് നമ്മൾ തുടക്കം കുറിക്കും. അതും കൂടി അറിയിക്കുകയാണ്. ഇനി ചോദിച്ചു ഇതിപ്പോൾ ആളിപ്പോൾ ഇന്നലെ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ, പുതിയതല്ലല്ലോ. ഞാനൊരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കതിന് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ക്രിസ്മസ് ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരാളാണ്. ആകെ കൂടി ഞാൻ വിളിച്ചാൽ പോകുന്നത് ഏതാണ്, ഞാൻ ഇപ്പോൾ നിലനിൽക്കുന്ന പാർട്ടിയുണ്ട് എനിക്ക്. ഇടതുപക്ഷം വിളിച്ചാൽ ഏത് സമയത്തും പോയി അവരുമായി പറയുന്ന ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോകാൻ ഞാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അവരാരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും. പക്ഷേ ഇവർ എന്നെ വിളിച്ചിട്ടും ഇവിടെ വന്നിട്ട് അതിനോട് സാങ്ഷൻ ചോദിച്ചിട്ടും വരുന്നതല്ല. മാത്രമല്ല ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ക്രിസ്മസാണ്. ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും. അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല. കാരണം എന്താ, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ്. 4 വർഷക്കാലമായി ഞാനിവിടെ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ തുറയിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ എത്തിക്കും. ഇന്ന് വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം. കാരണം എന്താ, ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ എനിക്കിനി പിന്നെ ഇവിടെ ഇരിക്കാൻ ഇല്ലല്ലോ. അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമമാണ് ഞാൻ ചെയ്തത്. പിന്നെ സുനിൽകുമാർ ഇപ്പോൾ MP ആണെങ്കിൽ MP ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം എന്താ BJP ഒരു കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല? ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാനിവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയതാണോ ചരിത്രം? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പോൾ എന്തും പറയാം. കാരണം പുറത്താണ് നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്. അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണത് പറയണേ. ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ. കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു, അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ? എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽകുമാർ ഒരു മേയർ, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ട്, അത് മേയർ പറഞ്ഞില്ല. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ? ഞാൻ റോട്ടിലിറങ്ങി നിന്ന് പറയാൻ പറ്റൂ? ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ? ആകെ വന്നത് ആരാണ്? അദ്ദേഹം വന്നു. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോകുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ, എൻ്റെ രാഷ്ട്രീയം വേറെ. പക്ഷേ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യ മര്യാദ വിളിച്ചിരുത്തി ചായ കൊടുത്തു. ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സുനിൽകുമാറിന് എന്താണാവോ അങ്ങനെ തോന്നിയത്? ബാക്കി ആർക്കും പറഞ്ഞിട്ടുമില്ല, തോന്നിയിട്ടുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
അത് ചോദിക്കേണ്ടത് അവരോടാണ്. നിങ്ങൾ ആസൂത്രിതമായിട്ടാണ് വന്ന് ഉള്ളത്. ഞാൻ എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. ഒരു ദിവസമെങ്കിലും സമാധാനമായി യേശു ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത്, ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പോൾ അവർ വന്നു, എനിക്കൊരു കേക്ക് തന്നു, ഒരു കേക്ക് ഞാൻ ദൈവത്തിനും കൊടുത്തു. ഇതാണോ തെറ്റ്? അത് അവരോട് ചോദിക്കണം. ഈ പറഞ്ഞ ആളോട് ചോദിക്കുക, എവിടം കൊണ്ടാണ് എൻ്റെ BJP കണ്ടത്? ആരാ പറഞ്ഞേ? അവരോട് ചോദിക്കുക. എങ്ങനെയാണ്? ആളോട് ചോദിക്കുക, എവിടം കൊണ്ടാണ് എൻ്റെ BJP കണ്ടതെന്ന് ചോദിക്കുക. എൻ്റെ പ്രവർത്തന സന്ദർഭം എന്ത് ആള് തെളിയിക്കട്ടെ, വെറുതെ പറഞ്ഞാൽ പോരല്ലോ, തെളിയിക്കണം. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതല്ല മര്യാദ. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഇന്ന് കാണുന്ന പഴയ കോർപ്പറേഷനാണോ ഇപ്പോൾ? പഴയ തൃശ്ശൂരാണോ ഇപ്പോൾ? പഴയ സിറ്റിയാണോ ഇപ്പോൾ? എന്നെ ഏൽപ്പിച്ച പണി 100% ഫുൾഫിൽ ചെയ്യുക, ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ഇടപെടുക. അല്ലാതെ കണ്ട് ഇതുപോലെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കില്ലല്ല എൻ്റെ പണി, എൻ്റെ ഉത്തരവാദിത്വം. എന്താ BJP വർഗീയ പാർട്ടി? അവരുടെ വഴിക്ക് പോയിക്കോട്ടെ, ഞാൻ എൻ്റെ വഴിയുണ്ട്. എനിക്കിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പ്രസ്ഥാനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു, അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ മറ്റൊന്നും എൻ്റെ മുന്നിലില്ല. എനിക്കതിനെപ്പറ്റി അറിയില്ല, ഞാൻ അത്ര പഠിച്ചിട്ടില്ല, ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല. അതെ, അത് എന്നോട് ആരോട് ചോദിക്കും, എനിക്കറിയില്ലല്ലോ. ഞങ്ങൾ വലിയ അടുപ്പത്തിലുള്ള ആൾക്കാരാ, ഇന്നും അന്നും വലിയ അടുപ്പാ. ഇന്നേ വരെ ആളെ എന്നോട് വന്നത് ചോദിച്ചിട്ടില്ല. നിങ്ങളോടെ പറയണല്ലോ, എന്നോട് പറയണ്ടേ? എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് അവരോട് ചോദിക്കണ്ടേ, എനിക്കറിയൂ. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആളെ പുറത്താക്കാൻ പറ്റില്ല. താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റൂ. ആർച്ച് ബിഷപ്പിന് കൊടുത്തു, ഒരു കുഴപ്പമില്ല. വർഗീസിന് ഞാൻ ക്രിസ്ത്യാനിയല്ലോടൂ. അന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരാളല്ലേ. ഒന്നാ ഇരിക്കട്ടെ ഒരെണ്ണം. എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല, എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും വന്നില്ല. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല? എൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും എനിക്കൊരു കേക്ക് തന്നില്ല. എന്താ അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടില്ല, വരാറില്ല. ആകെ ക്രിസ്മസിനാണ് എൻ്റെ അടുത്ത് വന്നേ, പിന്നെ വന്നിട്ടൊന്നുമില്ല. എന്താണ് എന്ത്? അത് LDF നോക്കേണ്ട കാര്യം ഞാനല്ലല്ലോ. ഞാൻ എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ ചോദിച്ചു, മറുപടി തന്നു. അത് LDFന്റെ നേതൃത്വം തീരുമാനിച്ചോട്ടെ, ഞാൻ തീരുമാനിക്കുന്നില്ല. അതെ, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല വിഷയത്തിന്, ഞാൻ അതിന് വില കൽപ്പിക്കുന്നില്ല. മനസ്സിലായ? ഞാൻ ഇത്രയേ ഉള്ളൂ. ആ പ്രസ്താവനയോട് എനിക്ക് അത്ര വില തോന്നുന്നില്ല. കാരണം അതൊക്കെ ഒരു ബാലിശമായ കാര്യമാണ്. എന്ത്? അതൊക്കെ അവർ നോക്കേണ്ട കാര്യമല്ലേ. ഞങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അവർ അവർക്ക് പണി വേണ്ടേ? എൻ്റെ പണി എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ ചുമതല തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2000 മുതൽ 2024 കഴിയുന്നത് വരെ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചോദിച്ച് ഇവിടെ ഇടതുപക്ഷത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു കോർപ്പറേഷനാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിനകത്ത് വല്ല അപാകത ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അത് അദ്ദേഹത്തിൻ്റെ, എൻ്റെ കുഴപ്പമില്ലല്ലോ ബോധ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടോളും എന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഞങ്ങൾക്ക് ഞാൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോകാറില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം, ഞാൻ ഇങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ചിന്തയുള്ളവനല്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിനോട്. അതേ, ഇടതുപക്ഷമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടാ. ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒന്നേ ഉള്ളൂ, അത് ഇടതുപക്ഷമാണ്. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്. 3000 ടിക്കറ്റോളം നമ്മൾ വ്യാപാരി വ്യവസായി അതുപോലെ തന്നെ ഈ മാറ്റ് വഴി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ മറ്റേ ബോച്ച പറഞ്ഞതിനൊരു ഒരു ചേഞ്ച് ഉണ്ട്. ഒരു 3000 ടിക്കറ്റോളം വ്യാപാര വ്യവസായ സമിതി മുഖാന്തരം ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ഏട്ടാ, അങ്ങനെയൊന്നും അതെ അല്ല കേൾക്കൂ, അങ്ങനെയൊന്നും ചോദിക്കല്ലടൂ, മറന്ന കാലം. ഓക്കെ, താങ്ക് യു.